വേദാംബർ ബർജാജുൻ ഷമ്മാ ബടിവരി അൽഹമിയ യായിലുൻ മുദ്റാക വേദാംബർ റാമീലും റുക്നെന്നും റൂബാലൗസെന്നും റാസീലാലൗഹെന്നും റശീന വേദാംബർ. ഇത് സാമ്പിളാണ്. ഇതിന്റെ ഫുള്ള് നമ്മളെടുത്ത് വേറുണ്ട്. ഇതിപ്പോ സാമ്പിളിന് മാത്രം കേൾപ്പിച്ചതാണ്. ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള പേര് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ ആരാതൊക്കെ ഇവര് പറയുന്നതൊക്കെ അംബിയാ മുർസലീങ്ങളാണ്. ഇതിൽ ഒന്നിനെ നിഷേധിച്ചാൽ എന്താ വിധി? ഇങ്ങനെ ഒരു നബി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ വിധി? സുഹൃത്തുക്കളെ, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇവർക്ക് എല്ലാവരുടെ പേരിലും ഓരോ നബി. പിന്നെ സലാലിൽ പോയി നോക്കിയാൽ കാണാം, അവിടെ 110 അടിയുള്ള ഒരു ജാറം, 110 അടി അതിന്റെ നീളം. വളരെ തന്നെയാണ്. ഇങ്ങനെ വളർന്നു പറഞ്ഞപ്പോ ആൾക്കാർ പറയണത് കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ വളർച്ച നിന്നുകണ്. കാരണം ഈ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ്. ഗവൺമെന്റ് ആയാലും പൊളിക്കൂല. അപ്പൊ ഇതുവരെയുള്ളത് പാവങ്ങളെ ചൂഷണം ചെയ്ത് നീട്ടിയിട്ട് ഇങ്ങേപ്പുറത്ത് നിൽക്കുന്ന സിയാറത്ത് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങേയറ്റത്തുള്ള ആളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അത്ര വലിയ നീള. എന്നിട്ട് അയാളെ പേരെന്താണ്? അവിടെ എഴുതിച്ചിരിക്കുന്ന എന്താണ്? ഹാദാ ഖബറുൻ നബി ഇമ്രാൻ. ഇമ്രാൻ നബിയുടെ ഖബറാണ് ഇത്ര. ഇമ്രാൻ നബി എന്ന് പറഞ്ഞിട്ട് നബി ഉണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആലി ഇമ്രാൻ എന്ന് ഖുർആനിലുണ്ട്. അതല്ല മൗലവി, അത് നബിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു പ്രവാചകൻ ആ പേരിൽ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലില്ല. അപ്പൊ അങ്ങനെ കുറെ പേരുകൾ ഇതിൽ ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവരിതൊക്കെ പറഞ്ഞിട്ട് പറയാ അതൊക്കെ മുർസലീങ്ങൾ വിശ്വസിക്കും, മുർസലീങ്ങളാണ്, അവരെ കൊണ്ടൊക്കെ ഇടതേടണം, അതാണ് ശരിയായ സുന്നത്ത് ജമാഅത്ത് എങ്കിൽ സുഹൃത്തുക്കളെ ഇതിനൊന്നും സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആമനർ റസൂൽ ചൊല്ലുമ്പോ അവിടുന്നാണ് നമ്മൾ പോയത്. ആമനർ റസൂൽ ചൊല്ലുമ്പോ അതിൽ പറയുന്നു അല്ലാഹുവിലുള്ള വിശ്വാസം, മലായിക്കത്തുകളെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, ആ രൂപത്തിലൊക്കെയുള്ള തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോ ഈ രൂപത്തിലുള്ള കുറെ ചവറുകളൊക്കെ ഈ സമുദായത്തിൽ മുസ്ലിമീങ്ങളുടെ വീടുകളിലുണ്ട്. ഇതൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളത് 3000-4000 ഒക്കെ കോപ്പിയാണ്. ഇതൊക്കെ മാപ്പിളാര് വാങ്ങി കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ എടുത്തു നോക്കണം. മനുഷ്യന്മാർ വിചാരിക്കാം ഇതൊക്കെ മഹാന്മാരാണ്, ഇതൊക്കെ പണ്ഡിതന്മാരാണ്, ഇവരൊക്കെ എഴുതിയാ പിന്നെ ഇവരൊന്നും എവിടെയും കാണാതെ എഴുതൂലല്ലോ. ഈ നിലക്ക് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ എന്താണ്, അവരുടെ വിശ്വാസ രംഗത്ത് അധപ്പതനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന തെളിവുള്ളത് മാത്രം നാം ചൊല്ലുക, തെളിവില്ലാത്തതൊന്നും ചൊല്ലാതിരിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ത്? നീ ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ, ഇതുവരെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യേണ്ടുന്ന ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതാ പ്രവാചകന്റെ നിർദ്ദേശം, ഇദാ അതൈത മൽജഅക ഫതവല്ലഉ വുളൂഅക ലിസ്സലാഹ്. നീ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വുളൂ ഏതുപോലെ? നമസ്കാരത്തിന് ഉളു ചെയ്യുന്നത് പോലെ സമ്പൂർണമായ ഉളു എടുക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ഒരുക്കത്തിൽപ്പെട്ടതാണ് ഉളു ഉണ്ടായിരിക്കുക. എന്നിട്ടോ നിന്റെ വലതുഭാഗത്തേക്ക് നീ ചെരിഞ്ഞു കിടക്കണം. കിടത്തത്തിന്റെ രൂപം പോലും പ്രവാചകൻ പഠിപ്പിച്ചുവെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അവിടുത്തെ വലത്തെ കൈപ്പത്തി അവിടുത്തെ ഹദ്ദുൽ ഐമനിൽ അഥവാ വലത്തെ കവിളിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് കിടന്നത്. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഇതാണ് പറയേണ്ടത്. കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് പഠിക്കണം. കുറെ ആൾക്കാരൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചവര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫത്തഹും കസറൊക്കെ തെറ്റി ചൊല്ലുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവരോടും പറയുന്നത് എല്ലാവരും ഇതൊന്ന് പഠിക്കണം. എല്ലാവരും പഠിച്ചിട്ട് ഇത് നമ്മൾ പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരണം. പഠിക്കുവോളം നിങ്ങളൊരു കഷ്ണം കടലാസിൽ എഴുതിക്കോ. എഴുതിയിട്ട് നിങ്ങളത് കിടക്കാൻ നേരത്ത് എന്തായാലും അതെടുത്ത് വായിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളത് നിർവഹിക്കുക. എന്താണ് അതിന്റെ ആശയം? അല്ലാഹുവേ, ഇതാ എന്നെ മുഴുവൻ ഞാനിതാ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാ ഞാൻ മുഴുവൻ നിന്റെ മുമ്പിൽ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതാ എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ എല്ലാ ഭാരങ്ങളും ഞാനിതാ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിരിക്കുന്നു.
ഏതോടുകൂടി? പ്രതീക്ഷയുണ്ട് എനിക്ക് നീ എന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന്, പേടിയുമുണ്ട് പടച്ചോനെ നീ എന്നെ പരിഗണിക്കാതിരിക്കുമോ എന്ന പ്രാർത്ഥന, എന്ന പേടിയുമുണ്ട് എനിക്ക്. അത് അമ്പിയാക്കളുടെ പോലും സ്വഭാവമായിരുന്നു. പടച്ചോനോട് പ്രാർത്ഥിക്കുമ്പോ അവര് വളരെ പ്രതീക്ഷയോടുകൂടിയും അതോടൊപ്പം ഭയത്തോടുകൂടിയുമായിരുന്നു പ്രാർത്ഥിച്ചത്. അംബിയാ സൂറത്ത്, ആ പേരിൽ തന്നെയുള്ള സൂറത്തിൽ, അംബിയാ എന്ന് പറയുന്ന സൂറത്തിൽ തന്നെ കാണാം അല്ലാഹു തആല അംബിയാക്കളെ കുറിച്ച് പറയുന്നിടത്ത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഇന്നഹും അംബിയാക്കന്മാര് കാനൂ അവരായിരുന്നു യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ ധൃതി കൂട്ടുന്നവരായിരുന്നു. സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നേക്ക് നീട്ടിവെക്കുന്ന പരിപാടില്ല, അതൊക്കെ ഉടനെ ചെയ്തു തീർക്കുന്നതിൽ അവർ മുമ്പന്മാരായിരുന്നു. വയദൂനനാ, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. റഗബൻ വറഹബാ, റഹബത്തോടുകൂടി റഹബത്തോടുകൂടി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ, അതുപോലെ തന്നെ ഭയത്തോടെ, പടച്ചതമ്പുരാനോട് ഭക്തിഭാരവശത്താൽ അവൻ എന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാൽ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. അവർ നമ്മോട് വളരെ ഭക്തി കാണിക്കുന്ന ആളുകളായിരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. കണ്ടോ, നമ്മളിവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹിനോട് പറയുമ്പോ, പടച്ചോനെ എന്നെ നിന്നിലേക്ക് സമർപ്പിച്ചു, നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു, എന്റെ എല്ലാം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, ഇതാ എന്റെ മുതുക്, ഇതാ നിന്നെക്കൊള്ളെ അഭയം പ്രാപിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും പറയുന്നത് റഗ്ബത്തൻ വറഹബത്തൻ ഇലൈക, നിന്നോടുള്ള പ്രതീക്ഷ, നിന്നിലേക്കുള്ള പ്രതീക്ഷ. ആ രൂപത്തിൽ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ലാ മൽജഅ, അഭയം തേടാനൊരു സ്ഥലമില്ല, വലാ മൻജാ, രക്ഷാകേന്ദ്രവുമില്ല, മിൻക ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ, നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ എവിടുക്കാ ഞാൻ ഓടാൻ? എനിക്ക് നീയല്ലാതെ ആരാ കാവലുള്ളത്? നീയല്ലാതെ എനിക്കൊരു അഭയകേന്ദ്രമില്ല. ആമൻതു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ അവതരിപ്പിച്ചിട്ടുള്ള നിന്റെ വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഖുർആനിൽ ഞാൻ മുഅ്മിനാണ്, ഖുർആനിൽ പറയുന്നതൊക്കെ സത്യമാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബിനബിയിക്കല്ലദീ അർസൽത, നീ അയച്ചിട്ടുള്ള പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അവ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ കിതാബിലും റസൂലിലുമുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് അവസാനം പറയേണ്ടത്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫൈൻ മുത്തമിൻ ലൈലതിക, നിന്റെ ആ രാത്രിയിലെങ്ങാനും നീ മരിച്ചു പോകുന്ന പക്ഷം, മുത്താവ അൻത അലൽ ഫിത്രതി, ശുദ്ധമായ പ്രകൃതിയിലാണ് നീ മരിക്കുന്നത്. അതുകൊണ്ട് വജഅൽഹുന്ന മിൻ ആഖിരി കലാമിക്, നിന്റെ വർത്തമാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ വർത്തമാനം അതാക്കിക്കോന്നാണ്. നിന്റെ വർത്തമാനങ്ങളിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് അവസാനം പറയേണ്ട വർത്തമാനം എന്താണ്? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഇത് സ്വഹാബത്തിന് റസൂലുള്ളാഹി അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബിമാർക്കൊരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അത് അപ്പൊ തന്നെ പഠിക്കാൻ അവർക്ക് എന്തൊരു ആവേശമാണ്. അങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് ഈ സംഭവം കേട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഈ പ്രാർത്ഥന അങ്ങ് പറഞ്ഞപ്പോൾ, അതിന്റെ മഹത്വം അങ്ങ് പറഞ്ഞപ്പോൾ, ഫറദത്തുഹുന്ന, ഞാനതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു, ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന്. ലി അസ്തദ്കിറഹുന്ന, അത് ഞാൻ മറന്നുപോകാതെ ഓർത്തു വെക്കാൻ വേണ്ടി, ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞാലിട്ട് പിന്നെ എനിക്കത് കിട്ടാതാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി ഇത് പറയുമ്പോ തന്നെ ഞാനും ഇങ്ങനെ കൂടെ പറഞ്ഞ് ആവർത്തിച്ച് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ തിരുനബിക്കതൊന്ന് കേൾപ്പിച്ചു കൊടുത്തു, ശരിയാണോ എന്നറിയാൻ. അപ്പൊ ഞാൻ എന്താ ചൊല്ലിപ്പോയത്? ആദ്യത്തെ വാചകങ്ങളിലൊന്നും എനിക്ക് തകരാറ് പറ്റിയില്ല, അവസാനം പറഞ്ഞോടത്ത് എനിക്ക് ചെറിയൊരു പദവ്യത്യാസം വന്നുപോയി. എന്തേ പദവ്യത്യാസം വന്നത്? ഫഖുൽതു, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹിനോട്, ആമൻതു ബിറസൂലികല്ലദീ അർസൽത ബിനബിയികല്ലദീ അർസൽത എന്ന് പറയേണ്ടതിന് പകരം, നബിയ്യ് എന്ന് പ്രയോഗിക്കേണ്ടുന്ന പദത്തിന് പകരം ബിറസൂലിക എന്ന് ഞാൻ പ്രയോഗിച്ചു പോയി. ഖാല, ഉടനെ റസൂലുള്ള തിരുത്തിയില്ല,
അങ്ങനെ പറയരുത് ബറായേ ബിനബിയിക വബിനബിയിക അല്ലദീ അർസൽത എന്ന് തന്നെ നീ തിരുത്തി പഠിക്കണം എന്ന് എന്നോട് റസൂലുള്ളാഹി ഉപദേശിക്കുകയുണ്ടായി എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവം സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ വെച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു വെച്ചോ. എന്താണെന്നറിയോ? റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ഈ പ്രാർത്ഥന കേട്ട സഹാബി, ആ സഹാബിയുടെ ആവേശം നമുക്ക് മാതൃകയാണ്. പെട്ടെന്ന് പഠിക്കുക, അതൊക്കെ അങ്ങനെ പറയട്ടെ, കുറച്ച് കഴിഞ്ഞൊക്കെ പഠിക്കുക എന്നതല്ല, ആ സദസ്സിൽ വെച്ച് തന്നെ അത് പഠിക്കാനുള്ള ആവേശം. എന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ അത് തെറ്റ് തീർന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന. ആ പരിശോധനയുടെ സന്ദർഭത്തിൽ നമുക്കൊന്നും അത്ര ഒരു പ്രാധാന്യപൂർവ്വം തോന്നാത്തൊരു തെറ്റ് റസൂലുള്ള കണ്ടുപിടിച്ചു. എന്താ? വബിനബിയിക്കല്ലദീ അർസൽത, നീ അയച്ച നബിയിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതിന് പകരം വബിറസൂലിക്കല്ലദീ അർസൽത, നീ അയച്ച റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരു ചെറിയ മാറ്റം. നബി റസൂലൊക്കെ ഒന്നല്ലേ, പക്ഷേ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് പറ്റില്ല ബറായേ, ഇങ്ങനെ തന്നെ പറയണം. കണ്ടോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾക്ക് പദഭേദം പോലും വരുത്താതെ, അക്ഷര വ്യത്യാസം പോലും വരുത്താതെ ചൊല്ലണമെന്നാണ് പ്രവാചക തിരുമേനി പറയുന്നത്. അഡ്രസ്സുള്ള പ്രാർത്ഥനകളിൽ പോലും അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വകയായി ഒരു മാറ്റം അക്ഷരങ്ങളിൽ പോലും വരുത്തുന്നത് ഭൂഷണമല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റസൂലുള്ളാഹിയുടെ അനുയായികളാണ്, ഈ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ സമൂഹത്തിലേക്ക് അഡ്രസ് ഇല്ലാത്ത ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാക്കി കമ്പോളത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയിൽ പോലും ഒരു പദം വ്യത്യാസം വന്നപ്പോഴേക്ക് റസൂൽ അത് തിരുത്തിയെങ്കിൽ, ഇല്ലാത്ത പ്രാർത്ഥനകൾ അച്ചടിച്ചു വിടുന്ന 315 വക ഏടുകളും 300 400 വക ഏടുകളൊക്കെ പ്രചരിപ്പിക്കുന്ന, കള്ളസലാത്തുകൾ ജനങ്ങൾക്കിടയിൽ വിറ്റഴിക്കുന്ന, കള്ളദിക്റുകൾ ചൊല്ലിക്കുന്ന, കള്ളമന്ത്രങ്ങൾ ചൊല്ലിക്കുന്ന, കള്ളരൂപത്തിലുള്ള പല രൂപത്തിലുള്ള ചികിത്സകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്രമാത്രം വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ അവസരത്തിൽ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ പഠിപ്പിച്ചിരുന്ന ഈ രൂപത്തിലുള്ള മര്യാദകൾ മനസ്സിലാക്കാതെ അതിനും പുറമേ ഇതാ വേറെയും ചില മര്യാദകൾ ഉറക്കമില്ലായ്മക്കും അതേപോലെയുള്ള രോഗങ്ങൾക്കുമൊക്കെ സർവരോഗ ചികിത്സാ മുറകൾ എന്ന ഈ പുസ്തകത്തിൽ അബ്ദുസ്സമദ് ഫൈസി പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഇതിൽ പറയുന്നതെന്നോ? ഉറക്കമില്ലായ്മ, ഉറക്കം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഉറക്കമില്ലായ്മയിൽ ഉണ്ടായാലുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ചികിത്സ പറയുന്നു. ഓരോ ചികിത്സ നോക്കൂ. ഒന്ന്, നിദ്രാരാഹിത്യമുള്ളവൻ സൂറത്തുൻ നബഇനെ ഓതൽ പതിവാക്കുക. സൂറത്തുൻ നബ അമ്മയതസാലൂൻ, ആ സൂറത്താണ് ഓതേണ്ടത്. വജഅൽനാ നൗമക്കും സുബാത എന്ന സ്ഥലത്തെത്തിയാൽ പല പ്രാവശ്യം അതിനെ മടക്കി മടക്കി ഓതുക. അപ്പോ ഉറക്കം കിട്ടാത്ത ആൾക്ക് ഈ ചികിത്സയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടില്ല, അങ്ങനെ ഹദീസുകളിലില്ല. ഇനി നിങ്ങൾ നോക്കൂ, താഴെ കാണുന്ന ഇസ്മിനെ എഴുതി തലയിണയുടെ ചുവട്ടിൽ വെച്ചാൽ ഉറക്കമില്ലായ്മ പരിഹരിക്കപ്പെടും. താഴെ കാണുന്ന ഇസ്മ അത് എഴുതിയിട്ട് തലയണ്ട ചോട്ടിൽ വെക്കുകയാണ് ഉറക്കമില്ലായ്മക്ക്. മഹാനായ മുത്തുനബി ആരോടും നിർദ്ദേശിച്ചിട്ടില്ല. എന്താ പ്രാർത്ഥന? വായിക്കാൻ കുറച്ച് വിഷമമുണ്ടോ നിങ്ങൾ ഇങ്ങനെ കാണുക. എന്താണെന്നറിയോ? ഇതിങ്ങനെ കുറെ അക്ഷരങ്ങൾ തട്ടിപ്പടച്ചതാണ്. വായിച്ചാൽ ഉള്ളമായിരുന്നു വായിക്കാം. സഹഹ് സഅലഅ ലതാതാ സഫലഫലഹ് മുൻഹമലജ് മുൽതഹ് അലീത് ഹസലത സഫഹ് ഫിജഹ്. ഇത് മനസ്സിലായി? ഒന്നും മനസ്സിലായിരുന്നതാണ് വരജാസം, ഒന്നും മനസ്സിലായിരുന്നതാണ്. ഈ രൂപത്തിലുള്ള ചവറുകളാണ് ജനങ്ങളെ കൊണ്ട് ഇവര് എഴുതി കെട്ടിക്കുന്നത്. നോക്കണം നിങ്ങൾ, ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? തലയിണയുടെ ചുവട്ടിൽ വെച്ചാൽ ഉറക്കമില്ലായ്മ പരിഹരിക്കപ്പെടും. മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു എഴുതിക്കെട്ടലോ ഇങ്ങനെ ഒരു എഴുതി വെക്കലോ ഇല്ല സുഹൃത്തുക്കളെ. ഇതാണ് ഇവരുടെ ചികിത്സ. ഇനി നോക്കൂ, ഉറക്കത്തിൽ ദുസ്വപ്നം കാണൽ ഇല്ലാതിരിക്കാൻ യാ ശദീദ് എന്ന് തലയിണയിൽ എഴുതുക. തലയിടയിൽ യാ ശദീദ് എന്ന് എഴുതുക. പിന്നെ ഉറക്കത്തിൽ ദുസ്വപ്നൊന്നും കാണൂല. എന്നിട്ട് 404 പ്രാവശ്യം യാ ശദീദ് ലാ തുറവ്വിഉ റൂഹി വഅമിദ്ദഹാ ബിഖുവ്വത്തിൻ മിൻക യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചൊല്ലുകയും ചെയ്യുക. ഇസ്ലാമിലുള്ളതല്ല, ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ദിക്റല്ല. ഇനിയോ, ഉറക്കുണ്ടാകാൻ കലമാൻ തോലിൽ താഴെ കാണുന്ന ദിക്റിനെ എഴുതി ചുമക്കുക.
കലമാന്റെ തോല് കിട്ടണം. അതിൽ ഈ ആയത്ത് എഴുതണെന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോ ആദ്യം ഒരു നായാട്ട് കഴിച്ചിട്ട് ഒരു കലമാനെ പിടിച്ച് അതിന്റെ തോലിൽ വേണത് എഴുതിയിട്ട് നാളെ ഉറക്കം കിട്ടുള്ളൂ എന്ന്. ഇത് മുഹമ്മദ് നബി പഠിപ്പിച്ച ദീനിലില്ല. എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഇല്ല എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ആളുകൾ ഇപ്പൊ എന്താണെന്നറിയോ, പദം നോക്കാണ്. ഇത് ഇസ്ലാമിലില്ലാതെ പറയുമ്പോ മൂപ്പരിക്കപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഇല്ലാന്നല്ല. അത് കലമാന്തോ ഇല്ല, ഇത് ചുമക്കലില്ല എന്നാ പറഞ്ഞത്. അത് ഉറക്കത്തിനുള്ള ചികിത്സയായിട്ട് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ഇനി നോക്കോ, ഉറക്കത്തിൽ സ്വപ്നസ്കരണമില്ലാതിരിക്കാൻ സൂറത്തുന്നൂറിനെ എഴുതി ഉറങ്ങുന്ന വിരിപ്പിൽ വെക്കുക. സൂറത്തുന്നൂറ് ഫുള്ള് എഴുതാ ഉറങ്ങണ അതിന്റെ വിരിപ്പിൽ വെക്കുക. എന്നാ പിന്നെ സ്വപ്നസ്കലനൊന്നും ഉണ്ടാവില്ല. നോക്കണം നിങ്ങള്. പിന്നെ വസ്സമായി വത്താരിത്ത് മുതൽ ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ എന്നതുവരെ ഓതി സംസാരിക്കാതെ ഉറങ്ങുക. മുത്തുനബി അവസാനത്തെ വാക്ക് ഇത് പറയുന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഹദീസിൽ കേട്ടു കഴിഞ്ഞു. പിന്നെ ഇതാ വേറെ ചികിത്സ, ഉറക്കിൽ മൂത്രമൊഴിക്കൽ ശമിക്കാൻ താഴെ കാണുന്നവയെ മന്ത്രിക്കുക. ചിലർ ബാത്റൂമാൻ വിചാരിച്ചിട്ട് അവിടെ മൂത്രയിക്കുമല്ലോ. അപ്പൊ അതിനെന്താണ് പരിപാടി? അതിനുള്ള ചികിത്സ പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം സ്വാദ് ത്വാഹ ത്വാസീം ത്വാസീം മീം കാഫ് ഹാ യാ ഐൻ സ്വാദ് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഹാം മീം ഐൻ സീൻ ഖാഫ് ഖാഫ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇതാണ് ഈ രചാവിനെ ഇതാണ് മന്ത്രിക്കേണ്ടത്. എന്തിന്? ഉറക്കിൽ മൂത്രമൊഴിക്കൽ ശമിക്കാൻ. ഈ നിദ്രയിൽ മൂത്രമൊഴിക്കുന്നത് ശമിക്കാൻ. ആദ്യം ഉറക്കിൽ മൂത്രമൊഴിക്കുന്നത് ശമിക്കാനാണ്. പിന്നെ അടുത്ത വരിയിൽ ഭാഷ എന്ന് മാറ്റിയിട്ട് നിദ്രയിൽ മൂത്രമൊഴിക്കുന്നത് ശമിക്കാൻ എഴുതി കെട്ടുക. എന്താ കെട്ടേണ്ടത്? ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉ സിബ്ഗത്തുല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ യാ ഹഫീള് യാ ബുദ്ദൂഹ്. ആരാ ബുദ്ദൂഹ്? ആരാ ബുദ്ദൂഹ്? അറിഞ്ഞൂടാ. അപ്പോ ആയത്തുകൾ ഓരോ മുറിക്കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട്, ഇതൊക്കെ ആയത്തുകളെ മുറിക്കഷ്ണങ്ങളാ. ഈ നഹനു ആബിദൂൻ ഒക്കെ വരെ. പിന്നെ യാ ബുദ്ദൂഹ് എന്ന് ഏതാണെന്ന് മൂപ്പരിക്ക് തന്നെ അറിയുള്ളൂ. അപ്പൊ അതൊക്കെ കൂടിയും കലർത്തി എഴുതുകയാണ്. പിന്നെ വേറൊന്ന് പറയണ എന്താണെന്നറിയോ രസകരമായത്? 10ാമത്തെ ചികിത്സ. ഒരുത്തൻ തന്റെ വലത്തെ തുടയിൽ ആദം എന്നും ഇടത്തെ തുടയിൽ ഹവ്വാ എന്നും എഴുതിയാൽ നിദ്രയിൽ ഉണ്ടാകുന്ന സ്ഖലനത്തിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ്. വലത്തെ തുടമല ആദം എഴുതാ, ഇടത്തെ തുടമല ഹവ്വാ എന്ന് എഴുതാ. അത് നോക്കി കുത്തിരുന്നാ പിന്നെ പിന്നെ ശമനം പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഈ കോലത്തിലാണ് വേറെ. പിന്നെ പറയുന്നത്, താഴെ പറയുന്ന ആയത്തിനെ കിടക്കപ്പായയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ചൊല്ലിയാൽ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുകയും പിശാചിനെ തടവിലാക്കുകയും ചെയ്യും. ഏതായത്ത്? ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്. ഒരായത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന് ഈ ചികിത്സ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് സർവ്വരോഗ ചികിത്സാ മുറകള്. കേട്ടില്ലേ? ഈ മുറം കൊണ്ട് വീശിയാല് ഇത് മുറം തെയ്യാന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ചികിത്സയും നടക്കൂല സുഹൃത്തുക്കളെ. ഇനിയിപ്പോ ഇതൊക്കെയാണ് പറയുമ്പോ ചില ആൾക്കാർ എന്താ പറയുന്നറിയോ? ഇപ്പൊ ഇന്ന് നമ്മൾ സുഹൃത്തായിട്ട് സംസാരിച്ചു പോരുമ്പോ കണ്ടില്ലേ, ഈ ചില ചാനലിലുണ്ട് ചിലൊരു പരിപാടി. ആ പരിപാടിയില് പിന്നെ ഇവരോട് ചോദിക്കാണ്, എന്താ എന്റെ ഭർത്താവ് പോയിക്കണ്, അല്ല ഊരവേദന ഉണ്ട്, ഇനിയിപ്പോ എന്താ വേണ്ടത് എന്നാണ്. അപ്പൊ ഊരവേദനക്ക് മൂപ്പരൊരു ചികിത്സ കൊടുക്കുക. ഇങ്ങനെ ഒരു ആയത്തൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഹദീസൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത്, ഇത് ഇത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കാര്യം കൊണ്ട് നിന്റെ എല്ലാ രോഗവും മാറും. അതുകൊണ്ട് മാറില്ലെങ്കിൽ പിന്നെ എന്താണ് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നൊക്കെ ചൊല്ലാം. അപ്പൊ നമ്മള് സുഹൃത്ത് ഹനീഫ് മൗലവി ഇങ്ങനെ പിന്നെ ഈ ഇമാമിന്റെ ഈ ചാനലിലുള്ള ഈ പ്രക്ഷേപണം ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നതിന് വല്ല തെളിവുണ്ടോ? അത് തെളിവൊന്നും ഉണ്ടായിട്ടല്ല, അതൊക്കെ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയിച്ചാൽ വേണം നിങ്ങൾക്കും പരീക്ഷിക്കാൻ. ഇത്രയേ ഉള്ളൂ ഈ ഹോജാക്കന്മാരെ അടുത്തൊക്കെ ഉള്ള തെളിവ്. ഇവരടുത്തൊന്നും തെളിവൊന്നുമില്ല, അതിന് ആയത്തോ ഹദീസോ ഒന്നും തെളിവൊന്നും ഉണ്ടാവില്ല. എന്താ ഇതിനൊക്കെ അടിസ്ഥാനം ചോദിച്ചാൽ പറയും, അതൊക്കെ മുജറബാണ്. എന്താ മുജറബ് എന്ന് പറഞ്ഞാല് പരീക്ഷിച്ച് വിജയിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ എല്ലാവരോടും പരീക്ഷിച്ചു നോക്കാൻ പറയാ എന്ന പരിപാടി മാത്രമാണ് ഇവരുടെ ആളുകളുടെ കയ്യിലുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇവര് ഉറങ്ങാൻ സമയത്ത് പറയുന്ന ചികിത്സകൾ. ഇതും മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാമായിട്ട് എത്ര വ്യത്യാസമുണ്ട് സുഹൃത്തരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇതൊന്നും ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ള പറഞ്ഞതാ അപ്പൊ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോ അക്ഷരങ്ങളിൽ പോലും മാറ്റം വരുത്താതെ ചൊല്ലണം എന്നാ പറഞ്ഞത്. ഇവര് ഓരോന്നിങ്ങനെ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ചൊല്ലുക, അതിനെ എണ്ണം നിശ്ചയിക്കുക, അതിന്റെ വണ്ണം നിശ്ചയിക്കുക, അതിന്റെ മഹത്വം പറയുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, എന്ത്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ചെറിയൊരു പ്രാർത്ഥനയാണ്, ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുന്നത്? ബിസ്മിക, അല്ലാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു.
നിന്റെ നാമത്തിൽ ഇതാ ഞാൻ ജീവിക്കുന്നു, ഞാൻ മരിക്കുന്നു. ഉറക്കത്തിലേക്ക് പോകുമ്പോ പടച്ചതമ്പുരാനെ എല്ലാം ഏൽപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. ചെറിയ എല്ലാവർക്കും എളുപ്പത്തിൽ പറയാവുന്ന ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ. ആർക്കാണ് പറയാൻ പ്രയാസം? അതുപോലെ തന്നെ വേറൊരു പ്രാർത്ഥനയിൽ കാണാം, ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ. ബിസ്മിക റബ്ബി, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, നിന്റെ നാമത്തിൽ ഇതാ എന്റെ പാർശ്വം എന്റെ വിരിപ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. വബിക അർഫഉഹു, നിന്റെ നാമത്തിൽ അഥവാ നിന്റെ ഖുദ്റത്തൊന്നുകൊണ്ട് മാത്രമേ, നിന്റെ നാമത്തിൽ തന്നെയാണ് ഞാൻ ഇനി ആ വിരിപ്പിൽ നിന്ന് എന്റെ ശരീരത്തെ ഉയർത്തുകയും ചെയ്യുന്നത്. എല്ലാത്തിനും നിന്റെ തൗഫീഖ് വേണം. ഇന്നംസക്ത നഫ്സീ, എന്റെ ആത്മാവിനെ നീ എങ്ങാനും ഈ ഉറക്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, തിരിച്ചു തരാതെ ഈ ആത്മാവിനെ നീ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഫർഹംഹാ, നീ അതിനോട് റഹ്മത്ത് ചെയ്യണം തമ്പുരാനെ, നീ കരുണ ചെയ്യണം റബ്ബേ. ഇനി വഇന്നർസൽതഹാ, നീ അതിനെ വീണ്ടും എന്നിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ, ഫഹ്ഫദ്ഹാ, നീ അതിനെ സംരക്ഷിക്കണേ റബ്ബേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്സാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ സംരക്ഷിക്കുന്നത് പ്രകാരം. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയണം. കാരണം എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്, എല്ലാം പടച്ചതമ്പുരാനെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ കാണുന്നതൊക്കെ. ഇനി നമുക്ക് വേറെ റിപ്പോർട്ടിൽ കാണാം, എന്താ അതിൽ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എന്താ പ്രവാചകനാ പറയുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, അവൻ എങ്ങനത്തവനാണ്? അത്അമനാ വസഖാനാ, നമ്മെ ഭക്ഷിപ്പിക്കുകയും നമ്മെ കുടിപ്പിക്കുകയും ചെയ്ത അല്ലാഹുവിന് സർവസ്തുതിയും. വകഫാനാ വആവാനാ, നമുക്ക് വേണ്ടതെല്ലാം നൽകി മതിയാക്കുകയും നമുക്ക് വേണ്ട അഭയം നൽകുകയും ചെയ്തവനാരോ അവൻ. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി, എത്രയോ ആളുകളുണ്ട് ഇവിടെ അഭയം കിട്ടാതെ, അതുപോലെ തന്നെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് മതിയായതൊന്നും ലഭിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകളുണ്ടല്ലോ. ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, എനിക്ക് കിടക്കാൻ ഒരു വീടുണ്ട്, ഒരു കട്ടിലുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളുണ്ടല്ലോ ഈ ഭൂമിയിൽ. എനിക്കതൊക്കെ നൽകി അനുഗ്രഹിച്ച നാഥനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, ഒരൊറ്റ പ്രാർത്ഥനയിൽ അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ഉണ്ടോ? എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇനിയതാ റസൂലുള്ള ആ വലത്തെ കൈപ്പത്തിയിലേക്ക് തന്റെ വലത്തെ കവൽ ചേർത്ത് വെച്ച് പറയുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അവിടുന്ന് പറയുന്ന മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം. പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇതാ നിന്നോട് ഞാൻ ചോദിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെന്താ? ഖിനീ അദാബക യൗമ തബ്അസു ഇബാദക്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റബ്ബി ഖിനീ അദാബക യൗമ തബ്അസു ഇബാദക്. പടച്ചവനെ, നീ എന്നെ കാത്തു രക്ഷിക്കണം, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം എന്ന് നിന്റെ അടിമകളെ നീ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന ഘട്ടത്തിൽ, അഥവാ മഹ്ശറിൽ വെച്ച് എല്ലാ അടിമകളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്റെ കോടതിയിൽ വിചാരണക്ക് നേരിട്ടുകൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുന്ന ഘട്ടത്തിൽ നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഈ പാവപ്പെട്ട അടിമയെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്നതിന്റെ മുമ്പേ. ഇങ്ങനെ ഏത് പ്രാർത്ഥനകൾ എടുത്തു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഡ്രസ്സുള്ള മുഴുവൻ പ്രാർത്ഥനകളിലും പടച്ച തമ്പുരാനോടല്ലാതെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല. ഒരൊറ്റ പ്രാർത്ഥനയിലുള്ള സുഹൃത്തുക്കളെ ഒക്കെ അള്ളാഹിനോടാണ്. അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന മനുഷ്യന് ഇതാ ഉറങ്ങാൻ പോണ അവസരല്ലേ? ആ ഉറക്കത്തിലെങ്ങാനോ മരിച്ചാൽ എന്താ സ്ഥിതി? ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്താണ്? ഉറക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണ്. ആ മരിക്കാൻ പോവുകയാണ്, ഒരു പക്ഷേ മരണത്തിലേക്കായിരിക്കും. ഇനി ഉണരാൻ
അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. എത്രയോ ആളുകൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട്, രാവിലെ അവർ സ്വയം ഉണർന്നിട്ടില്ല. അവരെ ഉണർത്താൻ ചെന്നപ്പോൾ അവർ കിടക്കുന്ന കട്ടിലടക്കം കുലുങ്ങിയ അവസ്ഥയുണ്ടായിട്ടില്ലേ ഒരുപാട് ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് അവസാനത്തെ വാചകം എന്താവണം? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഒരു മനുഷ്യൻ മരിക്കുമ്പോഴും അവസാനം പറയേണ്ട വാചകം അതാണെന്നാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആശയം തന്നെയല്ലേ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി തീർന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഒരു മുസ്ലിം മരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ അവസാനത്തെ വർത്തമാനമാകേണ്ടത്. ചെറിയ മരണത്തിലേക്കുള്ള ഒരു പ്രവേശനമായ ഉറക്കത്തിന്റെ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പല ആൾക്കാരും എന്താണെന്നറിയോ, സുന്നത്ത് ജമാഅത്ത് മൂത്തിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ എന്താ അതൊന്നുമല്ല ചെല്ലല്, അല്ലല്ല തങ്ങൾ പാപ്പ ബദരീങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങും ചെയ്യാൻ ഇരിക്കും ചെയ്യാൻ. അല്ലല്ല തങ്ങൾ പാപ്പ ബദരീങ്ങളെ. കുട്ടിനെ തൊട്ടിലിട്ടാടുന്ന മുതൽ കുട്ടി ചെറുപ്പത്തിലേ കേൾക്കാൻ തുടങ്ങി. അന്നേ കുട്ടിക്ക് സംശയം, അല്ലല്ല തങ്ങൾ പാപ്പ ബദരീങ്ങളെ എന്ന് പറയുമ്പോ അള്ളാടെ കൂടെ പറയുന്ന ആളാവുമ്പോ തങ്ങൾ പാപ്പയും ബദരീങ്ങളും ഇത് അള്ളാടെ മാതിരി നമ്മളെ സഹായിക്കുന്ന ആളാ. ചെറുപ്പത്തിലെ മുലപ്പാലിലൂടെ ഈ വിഷം കുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാക്ക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതന്നെയാ പറയാ, അല്ലല്ല തങ്ങൾ പാപ്പ ബദരീങ്ങളെ. രാവിലെ നീക്കുമ്പോഴും എന്റെ ബദരീങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ്. ഈ മരിക്കണ നേരത്ത് ഇതന്നെ ഇപ്പം പറയുള്ളൂ, ബദരീങ്ങളെ കാക്കണേ. അങ്ങനെ പറഞ്ഞാലോ ഒരു തകരാറുമില്ല. ഒരാളുടെ അവസാനത്തെ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം ഒരാൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ടാ മരിച്ചതെങ്കിലോ ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മളെ മുഫ്തി ഫത്വ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ഇത് സുന്നി അഫ്കാർ വാരികയാണ്. സുന്നി അഫ്കാറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലക്കം ഇതാ സെപ്റ്റംബർ 8-ന്റേതാണ്, 2004 സെപ്റ്റംബർ 8. ഇതിലൊരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. മസ്ഊല് ഇയാളോട് ചോദിച്ചാൽ ഇയാൾ എന്തിനു ഉത്തരം കൊടുക്കും, അങ്ങനത്തെ വലിയ പണ്ഡിതനാണ്. ഇയാളോടുള്ള ഒരു ചോദ്യം കേട്ടോളൂ. കലിമത്തു തൗഹീദാണല്ലോ അവസാനത്തെ സംസാരമാവേണ്ടത്. എന്നാൽ ഒരാൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു മരണപ്പെട്ടാൽ അയാളുടെ വിധി എന്ത്? ആ ചോദ്യം. ഒരു നമ്മൾ പറയണേന് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ ഒരാൾ മരിക്കണ്ടേ? അതിന് പകരം ഒരാൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് മരിച്ചാലോ അയാളുടെ വിധി എന്താ? ഉത്തരം, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ ശിർക്കല്ലെന്നും അനുവദനീയമാണെന്നുമാണ് സുന്നികളുടെ നിലപാട്. ഈ സുന്നീന്ന് അവിടെ ചേർക്കേണ്ടി ഇതില്ല. ഖുബൂരികളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. ഖുബൂരികൾക്ക് അങ്ങനെ തന്നെ നിലപാട്. എന്ത് മൊയ്‌ദി ശൈഖെ ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തെറ്റല്ല. എന്നിട്ട് പറയാണ് മരണസമയത്ത് പറയുന്നതും ഇപ്രകാരം തന്നെ. അപ്പൊ ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചാലും അതിന് തകരാറൊന്നുമില്ല. പക്ഷേ അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആകലാണ് ശ്രേഷ്ഠമേറിയത്. അതൊരു എന്ന മട്ടിലൊരു മറുപടി. അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആകൽ തന്നെയാണ് ശ്രേഷ്ഠമേറിയത്. ഇത് ചൊല്ലി മറ്റൊന്നും സംസാരിക്കാതെ മരണപ്പെട്ടവന്റെ മഹത്വം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിച്ചവന്റെ മഹത്വം ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു മരണപ്പെട്ടവന് ഉണ്ടാവുകയില്ല. അവസാനം അതാണ് പറയിപ്പിച്ചു മുമ്പരെ കൊണ്ടത്. ഇത് പറയുന്നവന്റെ മഹത്വം ഉണ്ടാവില്ല. എന്ത് മഹത്വം ഉണ്ടാവില്ല എന്ന് മാത്രല്ല, ചുട്ട നരകവും കിട്ടും. പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹുവിന്റെ പുറമെ അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിടച്ചവൻ വേറെ ആരുണ്ട്? ആരോടാ തേടുന്നത്? ഇവന്റെ വിളി ഇവര് കേൾക്കുന്നില്ല. ഇവര് പരലോകത്തെത്തുമ്പോ ഇവൻ ബദരീങ്ങളെ സമീപിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിങ്ങളെയല്ലേ വിളിച്ചത് എന്ന് പറയുമ്പോ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഇവരീ വിളിച്ച് പ്രാർത്ഥിച്ച ഈ ദുആയാകുന്ന ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അത് ശിർക്കായ പണിയാണ്. ഇവര് പറയണത് സുന്നികൾക്ക് അതിന് തകരാറില്ല, എന്നിട്ട് ജനങ്ങളെ കൊണ്ട് വിളിപ്പിക്കുക. എന്ത് എന്നിട്ട് മുജാഹിദുകളൊക്കെ ഇത് വായിക്കോലോ എന്ന് പേടിച്ചിട്ട് മൂപ്പര് അതിന്റെ അടിയിലൊരു മറുപടി എന്ത്? എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ശ്രേഷ്ഠത ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ശ്രേഷ്ഠത ഇല്ല. ആ പറയുന്ന മഹത്വം എന്തായാലും കിട്ടൂല. എന്നാലും കുഴപ്പമില്ല, വിളിച്ചോളി. വിളിച്ചാലെന്താ? മൗലിയർക്ക് എന്താ? വിളിച്ചോനല്ലേ പ്രശ്നം. ഇയാൾക്കത് പറഞ്ഞാൽ അയാൾക്ക് വേറെ ഇരട്ടിയും വേറെയും കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കാണ് ഇവരുടെയൊക്കെ മറുപടി. അപ്പോ അവസാനം ഇപ്പോ മരിക്കണ നേരത്ത് വരെ ഇത് പറയാന്ന് പറയണോ? വായിക്കുമ്പോ എന്താ
മെയിൻ മരണത്തിന്റെ അവസരത്തിൽ ബദരീങ്ങളെ കാക്കണേന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ മരണത്തിന്റെ നേരായ ഉറക്കത്തിൽ ബദർമാലിനെ എല്ലിക്കിടക്കാലോ. ഏതായാലും വിളിച്ച് ബദരീങ്ങളെ കാക്കണേ തന്നെ വിളിച്ചിട്ട് ഉറങ്ങുക. ഏതായാലും ലായിലായില്ലൊന്നും അല്ലല്ലോ. അപ്പൊ ആ നിലക്കാണ് ഈ കേൾവിക്കാരാളുകൾ വിചാരിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കാണ് പല ആളുകളെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സത്യദീനിന്റെ പാതയിൽ നിന്ന് പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ പ്രാർത്ഥനകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനകൾ ഞാൻ ഇന്ന് കേൾപ്പിച്ചതൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ ഒരൊറ്റ ഒഴുക്കിൽ ഇത് നിങ്ങൾ കാസറ്റിൽ നിന്ന് പഠിക്കണമെന്നില്ല. പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പരിചയപ്പെടുത്തിയ 3-4 പ്രാർത്ഥനകൾ, വേറെയും ചില ദിക്റുകളും ദുആകളും ഒക്കെ ശേഷമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെയും നമുക്ക് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിപ്പോ ഈ 2 ക്ലാസ്സുകളിലായി ഓതാൻ പറഞ്ഞ ആയത്തുകൾ, പ്രത്യേകം സൂറത്തുകൾ, പ്രത്യേകം പ്രാർത്ഥനകൾ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയും ആ രീതിയിൽ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ കൃത്യം അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തി തന്നതുപോലെ ഒരു ചെറിയ മരണമാണ് ഈ ഉറക്ക്. ആ ഉറക്കിലേക്കുള്ള തയ്യാറെടുപ്പ് ഇസ്ലാമികമാക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ആ മാർഗത്തിന്റെ ഇടങ്കോലായിക്കൊണ്ട് വന്നിട്ടുള്ള സകല ഫിത്നകളെയും, കള്ളസലാത്തുകൾ, കള്ളദിക്റുകൾ, കള്ളമന്ത്രങ്ങൾ, ഈ രൂപത്തിൽ കുറെ കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ കുറെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ അവഗണിച്ച് തള്ളുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നത് അത് മാത്രം, അതിലാണ് നമുക്ക് ഖൈറുള്ളത്. എപ്പോഴും നമ്മൾ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കേൾക്കുന്നില്ലേ, അത് റസൂലുള്ളാഹിയുടെ ഒരു മര്യാദ, ഒരു മാതൃകയായിരുന്നു സുഹൃത്തുക്കളെ. എന്ത് അലാ, നിങ്ങൾ അറിയണമെന്ത്, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വ ഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ കലാമാണ്. ഏറ്റവും നല്ല ചര്യ റസൂലുള്ളാഹിയുടെ ചര്യയാണ്. വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്ത പുതിയതുണ്ടാക്കിയ പുത്തൻവാദങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെയാണ്. അത് ഒഴിവാക്കണം എന്ന താക്കീതോടുകൂടിയാണ് പ്രവാചക പ്രവരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസംഗങ്ങൾ, ഖുതുബകളൊക്കെ ആരംഭിക്കാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മര്യാദകളെ വെറുതെ കേട്ടുപോകാതെ നമ്മുടെ നിത്യജീവിതത്തിൽ അത് നിരന്തരം പ്രവർത്തിച്ചു വന്നാൽ പിന്നെ അത് ചൊല്ലാതെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു ഇസ്ലാമികമായ എല്ലാ മാതൃകകളെയും മര്യാദകളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാത്തു സൂക്ഷിക്കുവാനുള്ള, അത് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും ഇഖ്ലാസുമെല്ലാം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം മോചനം നൽകുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين والحقنا بالصالحين الحمد لله رب العالمين. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹിന്റെ فاستعذ بالله إنه هو السميع العليم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ സമയങ്ങൾ പരമാവധി അല്ലാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിന്റെ ജീവിതത്തിൽ നിരന്തരമായി അവൻ സർവശക്തനായ അല്ലാഹുവിനെ ഓർക്കുവാനും അവൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുവാനും ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ നിലനിർത്തുവാനും ബാധ്യസ്ഥനാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവൻ നിർവഹിക്കേണ്ടുന്ന നിരവധി അനവധി പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ടവരാണ്. മുസ്ലിം ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ മര്യാദകൾ എന്തൊക്കെയാണെന്ന് മുമ്പ് നിങ്ങൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ തന്റെ വിശ്വാസം, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള തന്റെ കൃത്യമായ ദൃഢമായ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ഉറങ്ങേണ്ടത്. ആദർശം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ഉറങ്ങേണ്ടത് എന്ന് അത് വിശദീകരിച്ച ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ അവസരത്തിൽ ഒരു മുസ്ലിമിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ പ്രവാചകന്റെ നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും. ഉറങ്ങാൻ ഒരുങ്ങുമ്പോൾ മാത്രമല്ല, ഇടക്ക് ഉണരുന്ന അവസരത്തിൽ പോലും ഉറങ്ങിക്കിടക്കുന്ന ഒരു വിശ്വാസി ഇടക്കവൻ ഉണരുന്ന ഘട്ടത്തിൽ പോലും സർവശക്തനായ അല്ലാഹുവിനെ വാഴ്ത്തുവാനും അവനെ ഓർക്കുവാനും തന്റെ മനസ്സിന്റെ വിശ്വാസദാർഢ്യതയെ പ്രഖ്യാപിക്കുവാനും ബാധ്യസ്ഥനാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ തആറ മിനൽ ലൈലി ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ثم قال اللهم اغفر لي أو دعا استجيب فإن توضأ قبلت صلاته. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ 1154 നമ്പറായി ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്ന് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാത്ത ഒരു സംഗതിയാണ്. നാം എത്രയോ അവസരത്തിൽ നമ്മുടെ ഉറക്കിൽ നിന്ന് വളരാറുണ്ട്. ഉദ്ദേശിക്കുന്ന സമയത്തല്ലാതെ തന്നെ രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുന്ന മുസ്ലിമീങ്ങൾ പല ഘട്ടങ്ങളിലായി 1-2 മിനിറ്റൊക്കെ നിമിഷങ്ങളൊക്കെ
ഇടയ്ക്കിടെ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ പോലും ഉപയോഗപ്പെടുത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥനകൾ പോലെ തന്നെ ഉറങ്ങിയ ഒരു മനുഷ്യൻ ആ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടെ ഉണരുന്നതായ സന്ദർഭത്തിലും ആ ഉണർച്ചയിൽ പോലും അവൻ തന്റെ റബ്ബിനെ ഓർക്കണമെന്നും തന്റെ വിശ്വാസത്തിന്റെ ദൃഢതയെ അവൻ പ്രഖ്യാപിക്കണമെന്നും താൻ ആരാണ് എന്ന ചിന്താഗതി തന്റെ മനസ്സിൽ നിലനിൽക്കുന്ന നിലക്ക് സർവശക്തനായ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുവാനും അവനെ പ്രകീർത്തിക്കുവാനും അവൻ അവസരം ഉപയോഗിക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിൽ വന്നത്. റസൂലുള്ള പറയുകയാണ്, മൻ തഅറ മിനൽ ലൈലി, ആരെങ്കിലും രാത്രിയിൽ നിന്ന് ഉണർന്നാൽ, തഅറ മിനൽ ലൈലി എന്ന് പറഞ്ഞാൽ ഇസ്തൈഖദ മിൻ നൗമിഹി ലൈലൻ, രാത്രി സമയത്ത് അവൻ വിചാരിച്ച നേരമല്ല, അവൻ രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചുറങ്ങിയവനാണ്. ഇടയ്ക്കിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഉണരാറുണ്ടല്ലോ. അങ്ങനെ ലഭിക്കുന്ന ആ നിമിഷം പോലും ഉപയോഗപ്പെടുത്തിക്കൊള്ളാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറ്റാവുന്ന നിലക്ക് റസൂലുള്ള പറയുന്നു, രാത്രിയിൽ നിങ്ങൾ ഇടയ്ക്ക് ഉണരുകയാണെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ഉണർന്നിട്ടവൻ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയാൻ എന്താ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനകൾ, പരിചയമുള്ള ദിക്റുകൾ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് അറിയാത്തവരാരാ ഉള്ളത്? കാരണം ഒരു മുസ്ലിം അവന്റെ നമസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ 33 തവണ പറഞ്ഞ് 100ാമത്തെ എണ്ണം തികക്കുവാൻ വേണ്ടി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുക, അതറിയാത്ത മുസ്ലിമീങ്ങളില്ല. പിന്നെ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതും പ്രത്യേകിച്ച് പഠിക്കാനില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന സുപരിചിതമായ ദിക്റുകളാണ്. അതും പറയുക, ചേർത്ത് പറയുക. പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയേണ്ടത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതറിയാത്ത മുസ്ലിമീങ്ങൾ ആരാ ഉള്ളത്? കാരണം 5 നേരത്തെ ബാങ്കുലി കേൾക്കുമ്പോ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ മറുപടി പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. അപ്പൊ നമുക്കൊക്കെ സുപരിചിതമായ ഈ 3-4 ദിക്റുകൾ ഒരു ചങ്ങല കണക്കെ കോർത്തിങ് പറയുകയേ വേണ്ടൂ, മനസ്സ് വേണമെന്നേയുള്ളൂ. ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് ഉണരുന്ന അവസരം പോലും ഉപയോഗപ്പെടുത്തിക്കൊള്ളാൻ അഷ്റഫുൽ ഖൽഖ് പറയുന്നു. ഇടയ്ക്കൊന്ന് ഉണരുമ്പോ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, വാച്ച് നോക്കുകയാണ് ടൈം എത്രയായി എന്ന്. ആ അവസരത്തിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് കിട്ടുന്ന 1-2 മിനിറ്റുകളുണ്ടെങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊള്ളാൻ റസൂലുള്ള പറയുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് സുഹൃത്തുക്കളെ? എന്താണ് അതിന്റെ ആശയം? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന അവസരത്തിൽ പോലും അവൻ പ്രഖ്യാപിക്കേണ്ടത് അവന്റെ ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കാളിയും ഇല്ല. ലഹുൽ മുൽക്കു, അവനാണ് സർവാധികാരങ്ങളുമുള്ളത്. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. ആ ഒരു ആദർശ പ്രഖ്യാപനമാണ് നടത്തുന്നത്. കണ്ടോ, ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ അവൻ പറയുന്നു. അതുപോലെ തന്നെ അവന്റെ ഉണർച്ചയിലും അവൻ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഘട്ടത്തിൽ അവൻ പറയുന്നു. നോക്കണം, എന്തിനാണ് സുഹൃത്തുക്കളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടെ പറയിപ്പിക്കുന്നത്? നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം, നമസ്കാരത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമായ വുളൂ നിർവഹിച്ചു കഴിഞ്ഞ